എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീത മണിലാൽ. ഒരിക്കലൊരു കർഷകൻ തൻ്റെ പറമ്പ് മുഴുവനും വൃത്തിയാക്കി നിറയെ വളമൊക്കെ ഇട്ട് അതിലേക്ക് കുറച്ച് വിത്ത് നടാനായിട്ട് തീരുമാനിച്ചു. ആ കർഷകൻ ആ പറമ്പിൽ ആ വിത്തെല്ലാം പാകി. കുറേ വിത്തുകളുണ്ടായിരുന്നു. അതിൽ ഒരു വിത്ത് ഒട്ടും ബലമില്ലാതെ ഒരു ചെറിയ വിത്തായിരുന്നു. ആ വിത്തിന് വലിയ സങ്കടമായി. ഞാൻ ഇത്രയും ചെറുതാണല്ലോ, എനിക്ക് മുളയ്ക്കാൻ പറ്റുമോ എന്നൊരു പേടിയും. അതിന് പേടി എന്താ വെച്ചാൽ മണ്ണൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ അമർന്നു പോവുമോ, എനിക്ക് പൊങ്ങി വരാൻ, ആ മണ്ണിനെ പിളർന്ന് പൊങ്ങി വരാൻ പറ്റില്ലേ, എനിക്ക് തീരെ ശക്തി ഉണ്ടാവില്ലേ എന്നൊരു ഭയം. അങ്ങനെ അടുത്തുള്ള വിത്തുകളെല്ലാം കുറേശ്ശെ മുളയ്ക്കാനായിട്ട് തുടങ്ങി. വീണ്ടും ഇതിങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് ആ തൊട്ടടുത്തുള്ള വിത്ത് മുള വന്ന വിത്ത് പറഞ്ഞു, നീ ഇങ്ങനെ പേടിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. നിനക്കും ഒരു നല്ല കാലം വരും, നിനക്കും മുളയ്ക്കാൻ പറ്റും. നീ സന്തോഷമായിരിക്കുക. സന്തോഷമായിരുന്നാൽ നിനക്ക് ഈ ഭൂമിയെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ല മഴ വന്നു. ആ മണ്ണൊക്കെ ഒന്ന് ഇളകി. അങ്ങനെ ഈ ചെറിയ വിത്തിന് മുളച്ചു പൊങ്ങാനായിട്ട് സാധിച്ചു. അങ്ങനെ അത് വലുതായി, അത് പുഷ്പിച്ചു. ഒരു ചെടി വലുതായി. ആ ചെടികൾ വന്നു, കായ്കൾ വന്നു, ഫലം വന്നു. മറ്റുള്ള ചെടികളിൽ എത്രയോ വലുതായിട്ടും അത് പുഷ്പിക്കാതെയും കായ്ക്കാതെയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്രയും പ്രശ്നവും സങ്കടമൊക്കെ ആയിട്ട് ഇരുന്നിട്ട് പോലും ഇത് മുളച്ചു വന്നപ്പോൾ ഇതിൽ നിന്ന് നല്ല കായ്കളും ഫലങ്ങളും ഉണ്ടായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളും ജീവിതത്തിൽ ഇതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കും, പേടിച്ചിരിക്കും, വിഷമിച്ചൊക്കെ ഇരിക്കും. പക്ഷേ നടക്കേണ്ട സമയത്ത് നടക്കും. നമ്മൾ കേട്ടിട്ടുണ്ട്, സംഭവാമി യുഗേ യുഗേ. സംഭവിക്കേണ്ട സമയത്ത് എല്ലാം നടക്കും. നമ്മൾ അതിനെക്കുറിച്ച് പേടിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. അത് നടക്കേണ്ടത് നടന്നോളും. അപ്പോൾ നമ്മൾ ധൈര്യമായിരിക്കുക, സന്തോഷമായിരിക്കുക. അതൊക്കെ വേണ്ടേ. സന്തോഷമായിരുന്നാൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബ്രെയിനിൽ നല്ല ഹോർമോണുകൾ, ഹാപ്പി ഹോർമോണുകൾ ഉണ്ടാകുന്നു. അത് നമ്മളെ മനസ്സിനെ ശക്തിപ്പെടുത്താനും ശാന്തമാക്കാനും ഒക്കെ സാധിക്കുന്നു. അങ്ങനെ നമുക്ക് സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെ ജീവിക്കും, എന്താകുമെന്നുള്ള പേടിയും കുറയ്ക്കുക. ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആ പേടിയും നമ്മളിൽ നിന്ന് മാറ്റുക. 2-3 പേര് എന്നെ ഇടയ്ക്ക് ഇപ്പം വിളിച്ചതിൽ ഒരാൾക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല, ആളുകൾ തിങ്ങി നിൽക്കുന്നിടത്ത് പോകാൻ പറ്റുന്നില്ല, അതുപോലെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നാൽ പേടി. മറ്റൊരാൾ എന്താ വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. അതുപോലെ എന്താവും എന്ന ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു പേടി അവർക്കും. അങ്ങനെ 2-3 പേരിങ്ങനെ ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വിചാരിച്ച് നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് കാര്യമില്ല. ഇതിനെന്ത് മാറ്റം വരുത്താമെന്ന് നോക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ശീലിച്ച് നോക്കണം. അതുപോലെ ആൾക്കൂട്ടത്തിലേക്ക് നമ്മളൊന്ന് പോയി നോക്കണം. എല്ലാം ചെയ്താലേ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ നമുക്ക് പറ്റില്ല. നമ്മൾ ഓരോന്നും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത് നമ്മൾ ചെറുപ്പത്തിൽ, ഇപ്പം നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പുറത്തേക്ക് പോവാനും സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കാനും അതൊക്കെ നമ്മൾ ശീലിപ്പിച്ചാൽ അത് കുട്ടികളിൽ നല്ല മാറ്റം ഉണ്ടാക്കും. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് വലുതായി വരുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് പോകാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെ പേടി. അതൊക്കെ നമ്മൾ പരിശീലിപ്പിച്ച് കൊടുക്കുക കുട്ടികളെ, അങ്ങനെ പ്രാപ്തമാക്കി കൊടുക്കണം. അപ്പോൾ അഥവാ വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയൊക്കെ മറികടന്ന് അവിടേക്ക് ചെല്ലുക. നമുക്ക് തിരക്കുള്ളിടത്ത് പോയി അവിടെ ഒന്ന് നിന്ന് നോക്കുക, എന്താ സംഭവിക്കുക നോക്കട്ടെ. അതുപോലെ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കുക. അതുപോലെ നമ്മൾ എന്തായാലും പേടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. ദൈവം തന്ന ജീവിതമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ് തിരിച്ചു പോകുന്നത്. പിന്നെ ഈ കുറച്ച് സമയം നമ്മൾ എന്തിനാണ് സങ്കടപ്പെട്ട് പേടിച്ചിരിക്കുന്നത്? ആ ഉള്ള ജീവിതം, ആ കുറച്ച് സമയം നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.